ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നു. 25 കോടി കോഴ നൽകി ആം ആദ്മി പാർട്ടി MLA-മാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു. എന്താണ് പുതിയ ആരോപണം? ഏത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്? ഗോപി, ഇന്നലെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. രാത്രിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഈ ഒരു സംഘം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് 25 കോടി രൂപ നൽകിക്കൊണ്ട്, ഓരോ MLA-മാർക്ക് നൽകിക്കൊണ്ട് അവരെ കൂറുമാറ്റാനായിട്ട് ശ്രമിച്ചു എന്ന ആരോപണത്തിലുള്ള തെളിവുകളാണ് വേണ്ടത്. ആ കാര്യം അന്വേഷിക്കാനാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും അവർ അറിയിച്ചത്. ഇതിനനുസരിച്ച് എന്നാൽ തെളിവുകൾ കൈമാറണമെന്ന ആവശ്യത്തോടെ ഇതുവരെയും ഒരു പ്രതികരണം ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അഥവാ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് അവർ കടന്നിരിക്കുന്നു. നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഈ ആരോപണത്തിന്മേലുള്ള തെളിവ് നൽകാൻ സാധിച്ചില്ലെങ്കിൽ അത് കോടതിയിലേക്ക് റെഫർ ചെയ്ത് കോടതിയിൽ ഈ വിധത്തിൽ ഒരു തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി എന്നതടക്കമുള്ള ചില വകുപ്പുകൾ അദ്ദേഹത്തിന് മേൽ ചുമത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനെ ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തോടൊപ്പം ചേർത്ത് കെട്ടുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം ആ അന്വേഷണത്തെ അട്ടിമറിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് സ്ഥാപിക്കുക. ഇതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ വരവിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് അറിയാനായി സാധിക്കുന്നു. ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള സമരമാണ് ഡൽഹിയിലെ പല ഇടങ്ങളിലും BJP ആസ്ഥാനത്തേക്കടക്കം ആം ആദ്മി സംഘടിപ്പിച്ചത്. അത് ചണ്ഡീഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. സമീപ ദിവസങ്ങളിൽ ഇനി മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ സമീപനത്തിന് എതിരായിട്ടുള്ള വിഷയത്തിലും ഒക്കെ സമരം നടത്താനായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ക്രൈംബ്രാഞ്ച് സംഘാംഗങ്ങൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രേഖകൾ നൽകണം, തെളിവുകൾ നൽകണം എന്നാണ് അവരുടെ ആവശ്യം. ഇതിന്മേൽ ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ഉണ്ടോ? ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ തെളിവ് ശേഖരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വസതിയിലുണ്ട് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. അദ്ദേഹം പുറത്ത് പോകുന്ന ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം. അതിനാണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ആ ഒരു പ്രതികരണം ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ അദ്ദേഹം അകത്തുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ. അതായത് 25 കോടി കോഴ നൽകി ആം ആദ്മി പാർട്ടി MLA-മാരെ സ്വാധീനിക്കാൻ BJP ശ്രമിച്ചു എന്ന ആരോപണത്തിന്റെ തെളിവുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത്, അല്ലേ ഗോപി? നമ്മൾ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു വലിയ ആരോപണമാണ്, അഥവാ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് പരിശോധിക്കേണ്ടത് നിയമത്തിന്റെ താല്പര്യമാണ്. അതുകൊണ്ടാണ് സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അതിന് അത്ര വലിയൊരു പ്രാധാന്യം തങ്ങൾ നൽകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ്, ഏതെങ്കിലും മുൻവിധിയോടുകൂടി അല്ല ഈ അന്വേഷണം എന്നാണ് അവർ പറയുന്നത്. ശരി, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിന്റെ ഈ തെളിവ് ശേഖരണത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തോട് മുഖ്യമന്ത്രിക്ക് സഹകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും സഹകരിച്ചല്ലേ മതിയാകത്തുള്ളൂ ഗോപി. കാരണം കോടതി കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തെളിവ് നൽകണമെന്ന് കെജ്രിവാളിനോട്, ഉന്നയിച്ച ആരോപണത്തിൽ തെളിവ് നൽകേണ്ടി വരും എന്ന് കെജ്രിവാളിനോട് ആവശ്യപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അഥവാ തെറ്റായിട്ടുള്ള ഒരു ആരോപണം, അഥവാ തെളിവുകളില്ലാതെയാണ് താൻ ആരോപണം ഉന്നയിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും. ഏതായാലും രാഷ്ട്രീയമായി അരവിന്ദ് കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കുക, ഇതാണ് ഈ ഒരു വരവിന്റെ, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ലക്ഷ്യം എന്നാണ്. പക്ഷേ ഈ തെളിവുകൾ ഉണ്ട്, പക്ഷെ കൈമാറാൻ ഡൽഹി മുഖ്യമന്ത്രി വിസമ്മതിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത് കോടതിയിലേക്ക് പോകും. ഇവർ കോടതിയിലേക്ക് റെഫർ ചെയ്യും. അതാണ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആണ് ഗോപി. കാര്യം ഇതിൽ അദ്ദേഹത്തിന്, അരവിന്ദ് കെജ്രിവാളിന് ഇനി കൈക്കൊള്ളാവുന്ന രണ്ട് നിലപാടുകളാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുണ്ട് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാം. അവർക്ക് അവരുടെ അന്വേഷണത്തിന് ആ കാര്യങ്ങളെ വിടാം. അഥവാ ക്രൈംബ്രാഞ്ചിന് ഇത് കൈമാറുന്നില്ല താൻ, പകരം താൻ കോടതിയിൽ നേരിട്ട് കൊടുത്തുകൊള്ളാം എന്നൊരു സ്റ്റാൻഡും അരവിന്ദ് കെജ്രിവാളിന് കൈക്കൊള്ളാം. നിയമപരമായും രാഷ്ട്രീയമായിട്ടും BJPയുടെ കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള ഇടപെടലിനെയും ഒപ്പം ഈ MLA-മാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെയും ഒക്കെ നേരിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള മാർഗം
ഇക്കാര്യത്തിൽ സ്വീകരിക്കാം. ഈ ക്രൈംബ്രാഞ്ചിനോട് ഏതായാലും അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അത് രേഖപ്പെടുത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 5 വട്ടം വിളിച്ചു വരുത്താൻ സമൻസ് അയച്ചിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നയാളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അതിന് അരവിന്ദ് കെജ്രിവാൾ നിരത്തിയൊരു വാദം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ ഇറങ്ങുന്നത് തടയുക എന്നതാണ് ഇ ഡിയുടെ സമൻസിലൂടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ലക്ഷ്യം വെക്കുന്നതെന്നാണ്. ഇപ്പോൾ ഒരു ആരോപണം BJPക്കെതിരെ ഉന്നയിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘമെത്തിയ ആരോപണത്തിന് തെളിവ് നൽകാൻ ആവശ്യപ്പെടുന്നതും BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണോ ആം ആദ്മി പാർട്ടി അവതരിപ്പിക്കുക? ആണ് ഗോപി, അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനമുള്ള ഒരു പാർട്ടിയാണ്. അവർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് ഈ സമൻസ് 5ാം സമൻസ് വന്ന ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നു ഇനിയും അരവിന്ദ് കെജ്രിവാളിന് എതിരായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കും. കാരണം ഒരു തെളിവും അദ്ദേഹത്തിനെതിരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കോടതികളിൽ വന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ED കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് പാവ കളിക്കുകയാണ് എന്ന വിമർശനമാണ് ഉണ്ടായത്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള സമീപനം സ്വീകരിക്കും എന്നാണ് ഈ ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പിൻബലം ആം ആദ്മി നിലപാടുകൾക്കുണ്ട്. ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് സംഘം എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ആം ആദ്മി പ്രവർത്തകരെ സംബന്ധിച്ച് അവർ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ആം ആദ്മി നേതാക്കൾ. ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടിയിലെ ഓരോ MLAക്കും 25 കോടി രൂപ വാഗ്ദാനം ചെയ്ത് അവരെ വലയിലാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരുന്നു. അതിന് തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരിക്കുന്നത്. തെളിവ് നൽകാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയമായ ഇടപെടൽ എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ആവശ്യം 25 കോടി രൂപ വാഗ്ദാനം ചെയ്ത് തങ്ങളുടെ MLAമാരെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണത്തിനുള്ള തെളിവുകളാണ്.